Stay tuned to Kids Corner and set free from all tensions and worries. ശരിക്കും സൂപ്പറാണ് പോളി. നീ അതുണ്ടോ? നീ രണ്ട് ആട്. ആടൊരു പൊളി ബ്ലാക്ക്. ദൈവം കാത്തു. ദൈവം ആരാടാ? ദൈവത്തിനെ ആരാ സൃഷ്ടിച്ചത്? തലയിൽ കല്ല് വീഴാൻ പോയപ്പോൾ ചോദിക്കാൻ പറ്റിയ ചോദ്യം തന്നെ. ഒന്ന് പോതമ്മ കേട്ടാ, നീ അതൊക്കെ കണ്ടേ. പ്രൈസ് ഗോഡ്. ഞാൻ ഷാമിൻ. ഇന്നത്തെ കിഡ്സ് കോർണറിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ തോമസുട്ടിയും അപ്പുക്കുട്ടനും ഇന്ന് ഒരു പുതിയ സംശയമായി വന്നിട്ടുണ്ട്. ഇവന്മാരുടെ ഒരു കാര്യം ഏതായാലും നമുക്കതൊന്ന് തീർത്ത് കളയാൻ നോക്കാം. ജോസങ്ങളുടെ വീട്ടിലേക്ക് വേഗം എത്താനുള്ള ടെക്നിക്ക് നിങ്ങൾക്കറിയാം. പക്ഷേ ഇന്ന് നമ്മളൊരു പുതിയ വചനവും സുകൃത ജപവുമാണ് ചൊല്ലുന്നത്. ഇതാണ് വചനം. മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. നമുക്കൊന്ന് ചേർന്ന് ചൊല്ലാം. മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. ഇനി ഒരു സുകൃത ജപം ആവാം. ദൈവമേ, അങ്ങിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇന്നും കുറേ സംശയമൊക്കെ ആയിട്ടാണല്ലോ എല്ലാവരും വന്നിരിക്കുന്നത്. ചോദ്യങ്ങൾ ഒരുപാടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ആരാണ് ആദ്യം ചോദിക്കാൻ പോകുന്നത്? അനു. അങ്ങളെ, എനിക്കൊരു സംശയം. എനിക്ക് അപ്പനുണ്ട്. സ്വർഗത്തിലെ ദൈവത്തിന് ഇങ്ങനെ അപ്പനുണ്ടോ? അപ്പനുണ്ടെങ്കിൽ ഈ അപ്പൻ്റെ പേരെന്താണ്? ദൈവം ആദിയും അന്ത്യവും ഇല്ലാത്തവനാണ്. ദൈവം ജനിച്ചിട്ടില്ല, ദൈവം മരിക്കുകയില്ല. ദൈവം അന്നുണ്ട്, ഇന്നുമുണ്ട്, ഇനി എന്നുമുണ്ട്. അതാണ് ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത. പക്ഷെ നമ്മൾക്ക് ഈ പറയുന്ന ആദിയുമുണ്ട്, അന്ത്യമുണ്ട് അല്ലേ? നമുക്കെന്താണ് നമ്മളുടെ ആദ്യം എന്താണ് ശരിക്കും? നമ്മൾ ജനിച്ചപ്പോൾ. നമ്മളുടെ അന്ത്യമോ നമ്മൾ മരിക്കുമ്പോൾ. പക്ഷേ ദൈവം ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. അൽഫ ഒമേഗ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അന്നും ഇന്നും എന്നും ദൈവം ഒരാൾ തന്നെയാണ്. പക്ഷേ നമുക്ക് ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെ. പക്ഷേ ഈശോയെക്കുറിച്ച് പറയുമ്പോഴാണെന്നുണ്ടെങ്കിൽ ത്രിത്വൈക ദൈവത്തിൽ രണ്ടാമത്തെ ഒരു ആളാണ് ഈശോ. പിതാവിൽ നിന്നും ജനിച്ചു. നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ പറയുന്നുണ്ട്, ജാതനാണെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവൻ അല്ലേ? അപ്പോൾ ഈശോ ജാതനാൻ, സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. അതുമായിട്ട് നോക്കുമ്പോഴത്തേക്കും ഈശോയുടെ പിതാവെന്ന് പറയുമ്പോൾ ദൈവത്തെ നമ്മൾ ദൈവപുത്രൻ അല്ലേ നമ്മൾ പറയാറുണ്ട്. ഈശോയുടെ പിതാവാരാണ്? ദൈവം. ഇതിനെക്കുറിച്ച് ശരിക്കും ദൈവത്തിൻ്റെ ഒരു കൺസെപ്റ്റ് പറയുമ്പോഴാണ് ഞാൻ ആദ്യം പറഞ്ഞത് ആദിയും അന്ത്യവും ഇല്ലാത്തവൻ, ആൽഫയും ഒമേഗയും. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ അപ്പനെ തേടി പോകേണ്ട ആവശ്യമില്ലല്ലോ. ദൈവം ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് അപ്പനുണ്ട്, അപ്പൂപ്പനുണ്ട്, അപ്പനൊരു പേരുണ്ട്, അപ്പൂപ്പനൊരു പേരുണ്ട് അല്ലേ? അതേപോലെ ദൈവത്തിൻ്റെ അപ്പൻ്റെയും അപ്പൂപ്പൻ്റെയും പേര് തേടി പോകേണ്ട ആവശ്യമുണ്ടോ? സംശയം മാറിയില്ലേ? ഓക്കെ. അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത്? ഞാനൊരു കുസൃതി കാണിക്കുമ്പോൾ എൻ്റെ അപ്പൻ എന്നെ ശിക്ഷിക്കാറുണ്ട്. അതുപോലെ സ്വർഗത്തിലെ പിതാവും എന്നെ ശിക്ഷിക്കുമോ? നീ കുസൃതി കാണിക്കുമ്പോൾ അപ്പൻ നിന്നെ ശിക്ഷിക്കും അല്ലേ? നമ്മൾ വെട്ടിയൊരിക്കലിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു ശിക്ഷണമാണ് അപ്പൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്. നമ്മൾ നന്മയിലേക്ക് വളരുവാനായിട്ട്, അതായത് ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളർന്നു വരുവാനായിട്ട് ചിലപ്പോൾ ഒരു ചെവിക്ക് പിടുത്തം ആവശ്യമാണ് അല്ലേ? ഒരു ചെറിയൊരടി, ചെറിയൊരു നുള്ളൽ അല്ലേ? എങ്കിൽ മാത്രമേ നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു നന്മയിലേക്ക് നമ്മൾ വളർന്നു വരുള്ളൂ. ഉദാഹരണത്തിന് ഇപ്പോൾ മുന്തിരിയിൽ നല്ല പോലെ ഫലങ്ങളുണ്ടാകണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നൊരു കാര്യമുണ്ട്. വീട്ടിൽ നമ്മൾ ആ മുന്തിരി വെട്ടി ശാഖകളൊക്കെ വെട്ടിയൊരുക്കിയാൽ മാത്രമേ നല്ല ഫലങ്ങളുണ്ടാവുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ജീവിതത്തിൽ ഇതേപോലുള്ള ചില വെട്ടിയൊരുക്കലൊക്കെ നമുക്ക് ഉണ്ടാകാറുണ്ട്. നമുക്കിപ്പോൾ പനി വരികയാണ് ഉദാഹരണത്തിന്. നമുക്ക് നല്ല അസുഖമൊക്കെ ബാധിച്ചിരിക്കുമ്പോൾ അപ്പനും അമ്മ എന്ത് ചെയ്യും?
മരുന്ന് മേടിക്കാൻ പോകും അല്ലേ? മരുന്ന് മേടിച്ചുകൊണ്ട് ചിലപ്പോൾ ആയുർവേദ മരുന്നൊക്കെ ഇരിക്കും, നല്ല കയ്പ്പായിരിക്കും കഷായത്തിനൊക്കെ. ഈ കഷായം തരുമ്പോൾ ഭയങ്കര കയ്പ്പായിട്ട് നമ്മൾ അത് കുടിക്കുന്നു, ഒട്ടും ഇഷ്ടമുണ്ടാവില്ല നമുക്ക്. പക്ഷേ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ അസുഖം മാറാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ ഈ കഷായം ഇങ്ങനെ തരാൻ വേണ്ടി പോകുമ്പോൾ ചിലപ്പോൾ മക്കളെടുത്ത് ഓടും, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് ഓടും. അപ്പോൾ അപ്പം പുറകെ ഓടിച്ചിടും നമ്മുടെ അപ്പൻ, എടാ നിൽക്ക് ഇത് കുടിക്കുന്നതിന് നമ്മൾ ഓടിച്ചിടും. ഓടിച്ചിടുന്ന പോക്കിന് ഒരാൾ ഈ കുഞ്ഞിനെ തടഞ്ഞു നിർത്തിയിട്ട് ചോദിക്കുന്നതാണ്, ഈ ലോകത്തിൽ നിനക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ആളാണെന്ന് വെച്ചാൽ നീ എന്ത് പറയും? ഈ കുഞ്ഞെന്ത് പറയും? ദേ പുറകെ വരണ്ടെന്ന് പറയും അല്ലേ? ദേ പുറകെ സ്റ്റെപ്പ് ഇറങ്ങി ഓടി വരണ്ടെന്ന് പറയും. അപ്പോൾ ആ സമയത്ത് കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആ കഷായം കുടിക്കുക എന്നുള്ളത് ഒത്തിരി കയ്പുള്ളൊരു സംഭവമാണ്, അവനെ സംബന്ധിച്ച് ഒട്ടും ഇഷ്ടമല്ലത്. പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണ് അപ്പൻ ആ ഓടിച്ചിരുന്നത്? അവൻ്റെ അസുഖം മാറാനായിട്ട്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഈ ഒരു വെട്ടി ഒരിക്കൽ പലപ്പോഴും സംഭവിക്കാറുണ്ട്. അത് വീട്ടിലെ അപ്പനാണെങ്കിലും സ്വർഗത്തിലെ അപ്പനാണെങ്കിലും ചെറിയ രീതിയിലുള്ള ഒരു ശിക്ഷണത്തിലൂടെയൊക്കെ നമ്മൾ പോകുമ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ ആ ഒരു പൂർണ്ണതയിലേക്ക് നമ്മൾ നയിക്കപ്പെടുകയുള്ളൂ. ധൂർത്തപുത്രൻ്റെ ഉപമ ശരിക്കും ഇതൊക്കെ ചെയ്യുന്നത് സ്നേഹത്തിൻ്റെ വലിയ അപ്പൻ ചെയ്യുന്നത് ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് അപ്പൻ മക്കളെ. ധൂർത്തപുത്രൻ്റെ ഉപമയിൽ ആ പുത്രൻ തിരിച്ചു വരുമ്പോഴത്തേക്കും പിതാവ് കാണിക്കുന്ന സ്നേഹം, ദൈവത്തിനെ എവിടെ നോക്കിയാലും സ്നേഹം മാത്രമേ ഉള്ളൂ. ആ സ്നേഹത്തിലേക്ക് നമ്മളെ ഒരുമിപ്പിക്കാനായിട്ടാണ് ഈ ഒരു വെട്ടിയൊരിക്കലും ഈ ചെറിയൊരു ശിക്ഷണമൊക്കെ നമ്മുടെ അപ്പൻ്റെ ഭാഗത്തുനിന്നും പിതാവായ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്നൊക്കെ നമുക്ക് സ്വീകരിക്കേണ്ടി വരുന്നത്. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം ഞാൻ എങ്ങനെ അനുഭവിക്കുക? മോൻ്റെ ചോദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. ശരിക്കും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം എങ്ങനെ എനിക്ക് അനുഭവിക്കാൻ സാധിക്കും അല്ലേ? വീട്ടിലെ അപ്പൻ നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നു, നമുക്ക് വേണ്ടുന്നതെല്ലാം ഒരുക്കി തരുന്നു. ഇതിലൂടെയൊക്കെ എല്ലാം ഞാൻ എങ്ങനെ എൻ്റെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും നമുക്കത് വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിതാവായ ദൈവം നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നു. നമുക്ക് നല്ലൊരു അപ്പനെ തന്നു അല്ലേ? നല്ലൊരു അമ്മയെ തന്നു. നമുക്ക് വേണ്ടുന്നതെല്ലാം പിതാവായ ദൈവം നമുക്ക് ഒരുക്കി തരുന്നുണ്ട്. അതെല്ലാം നമ്മൾ അനുഭവിക്കുന്നത് നമ്മുടെ അപ്പനിലൂടെയാണ്, വീട്ടിലുള്ള നമ്മുടെ അപ്പനിലൂടെയാണ്. അപ്പം നമുക്ക് ഓരോന്ന് ആഗ്രഹമുള്ളതൊക്കെ മേടിച്ച് തരുമ്പോൾ, നമ്മളെ പഠിക്കാനായിട്ട് പഠിപ്പിക്കുമ്പോൾ, ഭക്ഷണത്തിന് എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളുടെ അപ്പൻ കഷ്ടപ്പെടുന്നു. ഇതെല്ലാം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹമാണ് ഇതിലൂടെ ഞാൻ അനുഭവിക്കുന്നത്. എൻ്റെ യഥാർത്ഥ അപ്പൻ സ്വർഗസ്ഥനായ അപ്പനാണ്, പിതാവാണ്. അപ്പൻ എന്നെ താൽക്കാലികമായിട്ട് വളർത്താൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുകയാണ് ഈ ഭൂമിയിലെ അപ്പനെ. അപ്പോൾ ഈ ഭൂമിയിലെ അപ്പൻ വഴി എനിക്ക് ലഭിക്കുന്നതെല്ലാം എൻ്റെ പിതാവായ ദൈവം എനിക്ക് തരുന്നതാണ്. അപ്പൻ്റെ മടിയിലിരിക്കുമ്പോൾ, അപ്പൻ്റെ കൂടെ കളിക്കുമ്പോൾ ഒക്കെ നമ്മുടെ യഥാർത്ഥ അപ്പൻ്റെ കൂടെയാണ് കളിക്കുന്നത്, അല്ലെങ്കിൽ ആ യഥാർത്ഥ അപ്പൻ്റെ സ്നേഹമാണ് എനിക്കിതിലൂടെ ലഭിക്കുന്നത് എന്നുള്ളൊരു വലിയ ഉൾക്കാഴ്ച നമുക്ക് ലഭിക്കും. അടുത്ത ചോദ്യം ആർക്കാണുള്ളത്? അങ്ങളെ, സ്വർഗത്തിലെ പിതാവിൻ്റെ പ്രതിനിധിയാണുള്ള ഭൂമിയിലെ പിതാക്കന്മാർ. ചില വീടുകളിൽ അപ്പം മദ്യപിച്ച് വന്ന് അമ്മയെയും മക്കളെയും ഉപദ്രവിക്കാറുണ്ട്. അതെന്തുകൊണ്ടാണ്? നമ്മുടെ വീട്ടിലെ അപ്പൻ സ്വർഗത്തിലെ പിതാവിൻ്റെ കരുണയും സ്നേഹവും തൻ്റെ മക്കൾക്കും ജീവിത പങ്കാളിക്കൊക്കെ പകർന്നു കൊടുക്കേണ്ട ഒരാളാണ് യഥാർത്ഥത്തിലൊരു അപ്പൻ ചെയ്യേണ്ടത്. പക്ഷെ എന്തുകൊണ്ടോ ഈ അപ്പൻ ഈശോയുമായിട്ടുള്ളൊരു കണ്ടുമുട്ടൽ നടന്നിട്ടില്ല. അത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് പലവരും ഈ മദ്യപിച്ച് മക്കളെയൊക്കെ ഉപദ്രവിക്കുന്നതും അമ്മയൊക്കെ തല്ലുന്നതും പല സ്ഥലങ്ങളിൽ നമുക്ക് കാണുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്ന അപ്പന്മാർ മനസ്സിലാക്കുന്നില്ല, ഞാൻ ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും എൻ്റെ മക്കൾക്ക് കൊടുക്കേണ്ട ആളാണെന്നുള്ളൊരു ആ ഒരു ബോധ്യം അവർക്ക് വരാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള അപ്പന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കാൻ നേരത്തെ എന്ത് സംഭവിക്കും? ഈ പറഞ്ഞ അപ്പൻ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ധ്യാനത്തിന് പോയി, അല്ലെങ്കിൽ പ്രാർത്ഥനയിലൊക്കെ ഒന്ന് വന്ന് ദൈവവുമായിട്ട് കണ്ടുമുട്ടും. ഈശോയുമായിട്ടുള്ളൊരു കണ്ടുമുട്ടൽ നടന്നു കഴിയുമ്പോഴത്തേക്കും ഈ അപ്പന് മനസ്സിലാവും, ഓ എൻ്റെ സ്വർഗസ്വനായ പിതാവ് എന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നു, അതേപോലെ കരുണയും സ്നേഹവും എൻ്റെ കുഞ്ഞിന് ഞാൻ കൊടുക്കണം അല്ലേ? ആ ഒരു വലിയ വിശ്വാസത്തിലേക്കും ബോധത്തിലേക്കും എല്ലാ അപ്പന്മാരും വരികയാണെങ്കിൽ എന്ത് സന്തോഷമായിരിക്കും അല്ലേ? നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ അപ്പൻ സ്വർഗസ്വനായ പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് മക്കളെ സ്നേഹിക്കുന്നു, ഭാര്യയെ സ്നേഹിക്കുന്നു. അങ്ങനത്തെ ഒരു സ്വർഗീയ ഭവനമായി നസ്രത്തിലെ തിരുക്കുടുംബമായി മാറേണ്ടത് നമ്മുടെ കുടുംബങ്ങൾ. പക്ഷേ എന്തുകൊണ്ടോ ഇന്ന് അപ്പന്മാരത് മനസ്സിലാക്കുന്നില്ല. അപ്പോൾ കുഞ്ഞുമക്കളായ നിങ്ങൾ എന്ത് ചെയ്യണം? ലോകം മുഴുവനുമുള്ള എല്ലാ അപ്പന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഈശോയെ കണ്ടുമുട്ടാനായിട്ട്.
ഈശോയെ കണ്ടുമുട്ടി കഴിയുമ്പോൾ പിന്നെ അപ്പന് മനസ്സിലാവും, എൻ്റെ ഉത്തരവാദിത്തം മനസ്സിലാവും അല്ലേ. അപ്പന് ഒരുപാട്, എല്ലാ അപ്പന്മാർക്കും ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് വീട്ടിൽ, മക്കളോട്, ജീവിത പങ്കാളിയോട്. വീട്ടിൽ കിട്ടേണ്ട എല്ലാ അനുഗ്രഹങ്ങളും അപ്പം വഴി കിട്ടേണ്ട ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് മക്കൾക്ക്. അതൊക്കെ കിട്ടുവാനായിട്ട് എല്ലാ അപ്പന്മാർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമോ? ലോകം മുഴുവനുള്ള അപ്പന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? കൂട്ടുകാരെ, നിങ്ങൾ ദൈവത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി അല്ലേ? ഇനി നമുക്കൊരു വിഷ്വൽ കണ്ടാലോ? ഈ വിഷ്വൽ കാണുമ്പോൾ ദൈവത്തിന് നമ്മോടുള്ള കരുതൽ മനസ്സിലാകും. നമുക്കതങ്ങ് കണ്ടു കളയാം അല്ലേ? അതിനു മുമ്പ് മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. ദൈവമേ, അങ്ങിൽ ഞാൻ വിശ്വസിക്കുന്നു. When troubles come and my heart burdened be, then I am still and wait here in the silence until you come and sit a while with me. You raise me up so I can stand on mountains. You raise me up to walk on stormy seas. I am strong when I am on your shoulders. You raise me up to more than I can be. ഓട്ടക്കാരൻ്റെ അപ്പച്ചൻ്റെ പോലെ ദൈവം നമ്മുടെ ഓരോ വീഴ്ചകളിലും നമ്മളെ സഹായിക്കാൻ നമ്മുടെ കൂടെ തന്നെയുണ്ട്. നമ്മുടെ ഓരോ കാര്യങ്ങളിലും ദൈവം താല്പര്യത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്കൊരു ആക്ഷൻ സോങ് പഠിക്കാം. അതിനു മുമ്പ് നമുക്ക് നമ്മുടെ വചനവും സുകൃത ജപവും ഒന്ന് ചൊല്ലാം. മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. ദൈവമേ, ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു. When I'm sailing
ദൈവത്തിന് നമ്മളോട് എന്തൊരു സ്നേഹമാണല്ലേ. ഇനി നമുക്ക് നമ്മുടെ അമ്മാമ്മയുടെ അടുത്തേക്ക് പോകാം. അതിനു മുമ്പ് മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. ദൈവമേ, അങ്ങിൽ ഞാൻ വിശ്വസിക്കുന്നു. മക്കളെ, അമ്മാമ്മ നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞു തരട്ടെ. പണ്ട് ഫ്രാൻസിൽ ലിസി എന്ന നഗരത്തിൽ താമസിച്ചിരുന്ന വിശുദ്ധയായ ഒരു പെൺകുട്ടിയുടെ കഥ. അതാരാണെന്ന് പറയാമോ? വിശുദ്ധ കൊച്ചു തെരേസ ആണോ അമ്മാമ്മേ? അതെയല്ലോ മോളെ. കൊച്ചു തെരേസയുടെ കഥ നിങ്ങൾക്കറിയാമോ? അറിയാമോ? എങ്കിലും അമ്മാമ്മ ചെറുതായിട്ടൊന്ന് വിശദീകരിച്ച് തരാം. ഓക്കെ. കൊച്ചു തെരേസ ചെറുപ്പത്തിലെ ചെറിയ കുസൃതികളൊക്കെ കാണിക്കും. നിങ്ങളെപ്പോലെ ഒക്കെ കാണിക്കുമായിരുന്നു. എന്നാലും ഈശോയോടുള്ള സ്നേഹത്താൽ അവളതെല്ലാം ഈശോയ്ക്ക് തന്നെ സമർപ്പിച്ചിരുന്നു. അങ്ങനെ അവൾക്ക് വരുന്ന തെറ്റുകളെല്ലാം ഈശോയ്ക്ക് വിട്ടുകൊടുത്ത് പഠിച്ചതുകൊണ്ട് അവൾക്ക് കൂടുതൽ ദൈവസ്നേഹം ഉണ്ടായി തുടങ്ങി. അത് അവൾ പയ്യെ പയ്യെ മനസ്സിലാക്കാൻ തുടങ്ങി. അവൾക്ക് ദൈവസ്നേഹം അനുഭവിക്കാനും സാധിച്ചു. അങ്ങനെ ഈശോയെ അവളുടെ ഏറ്റവും വലിയ കൂട്ടുകാരനായി സ്വീകരിച്ചു. അവൾ വീട്ടിൽ കൊച്ചു കൊച്ചു ജോലികളൊക്കെ ചെയ്യുമായിരുന്നു. അതായത് വീട്ടിലെ ജനലിലെ പാടുകൾ തുടയ്ക്കുക, നിലം വൃത്തിയാക്കുക മുതലായവയൊക്കെ അവൾ സന്തോഷപൂർവ്വം ചെയ്തിരുന്നു. എന്നിട്ട് അതെല്ലാം ഈശോയ്ക്ക് വേണ്ടി കാഴ്ചവെക്കും. അവളാണ് ഇത് ചെയ്യുന്നതെന്നും മറ്റാരും അറിയരുതെന്നും അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെ അവൾ ഒരു ഫ്രാൻസിലെ ഒരു മിണ്ടാമഠത്തിൽ അവസാനം രോഗിയായിട്ട് കട്ടിലേ കിടന്ന് മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ച് മറ്റാരും അറിയാതെ മരിച്ച് ഒരു വിശുദ്ധയായി. മക്കളെ, നമുക്ക് ഇതുപോലെ ഈശോയെ സന്തോഷിപ്പിച്ച് ജീവിക്കാൻ സാധിക്കുകയില്ലേ? നിങ്ങൾക്കതിന് പരിശ്രമിക്കത്തില്ലേ? എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമുക്ക് അരിശം വരുമ്പോൾ ക്ഷമിച്ച്, സഹിച്ച്, മറ്റുള്ളവരെ സ്നേഹിച്ച്, അവരോട് ദയ കാട്ടി, കൊച്ചുത്രേസ്യ ജീവിച്ച പോലെ പ്രാർത്ഥിച്ച് നമുക്ക് ഈശോയെ സന്തോഷിപ്പിച്ച് നമുക്കെല്ലാവർക്കും ജീവിക്കാൻ സാധിക്കും. പിന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന എന്താണ്? അറിയാവോ നിങ്ങൾക്കൊക്കെ? അറിയാമല്ലോ. നമുക്കൊന്നിച്ച് ചെല്ലാം. കൈകൂട്ടി എല്ലാവരും ഇരുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നന്ന് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നീ എന്താ പ്രായമായ അപ്പാപ്പം സീറ്റിൽ വന്നപ്പോൾ എഴുന്നേറ്റ് കൊടുക്കാൻ? അതിന് ഞാൻ മാത്രമല്ലല്ലോ ബസ്സിലുണ്ടായിരുന്നത്. എന്തോരം ആൾക്കാരുണ്ടായിരുന്നു. അവരാരും എഴുന്നേറ്റ് കൊടുത്തില്ലല്ലോ. നിൻ്റെ അടുത്തൊന്നുമല്ല അപ്പാപ്പൻ തന്ന, നിനക്കാണ് നന്മയാനുള്ള അവസരം കിട്ടിയ, നീ അത് ഉപയോഗിച്ചില്ല. ശരിയാ, ഞാനങ്ങനെ ചിന്തിച്ചില്ല. ഇനി ശ്രദ്ധിക്കാം, മുതിർന്നവരെ ബഹുമാനിക്കാം. ഈ വിഷ്വലിലൂടെ നമുക്ക് എന്ത് മനസ്സിലായി? പ്രായമായവരെ ബഹുമാനിക്കണം അല്ലേ? ഇന്നത്തെ ഈ പ്രോഗ്രാമിലൂടെ ദൈവം ആരാണെന്നും ദൈവം നമ്മളെ നമ്മുടെ സ്വന്തം അപ്പനെയും അമ്മയെക്കാളും അധികമായി സ്നേഹിക്കുമെന്ന് നമുക്ക് മനസ്സിലായി. കൂടാതെ മുതിർന്നവരെ ബഹുമാനിക്കണമെന്നും ഒരു ഓർമ്മപ്പെടുത്തൽ. അപ്പോൾ ഇനി അടുത്ത ആഴ്ച കാണാം. അതുവരേക്കും ബൈ.